വെബ്3 സ്പേസിൽ കൂടുതൽ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഫാർകാസ്റ്റർ. നമ്മൾ ഫാർകാസ്റ്ററിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫാർകാസ്റ്റർ? ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലത്ത് സോഷ്യൽ മീഡിയ വളരെ പ്രധാനപ്പെട്ടതാണ്. നിത്യജീവിതത്തിലും പൊതുകാര്യങ്ങൾക്കുമെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. ഇന്നത്തെ മിക്ക പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ നോക്കിയാലും അവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം അത് സെൻട്രലൈസ്ഡ് ആണെന്നുള്ളതാണ്. വലിയ കുത്തക കമ്പനികളാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. നമ്മൾ എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം, അതുപോലെ നമ്മുടെ ഡേറ്റ, പ്രൈവസി എല്ലാം തന്നെ ഇവരുടെ നിയന്ത്രണത്തിൽ വരുന്നു. പലപ്പോഴും പല ആളുകളെയും ഈ സോഷ്യൽ ആപ്പുകളിൽ നിന്ന് മുന്നറിയിപ്പൊന്നും കൂടാതെ തന്നെ ഒഴിവാക്കപ്പെടുന്നത് കാണാം. അവരെ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ ഈ ആപ്പുകൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ സമയത്താണ് ഓപ്പൺ സോഴ്സ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ വരവ്. അവിടെയാണ് ഫാർകാസ്റ്ററിന്റെ പ്രസക്തി. ഈ സെൻട്രലൈസ്ഡ് ബോഡീസിൽ നിന്നും ഡീസെൻട്രലൈസ്ഡ് ആയ സോഷ്യൽ സ്പേസിനുള്ള മാറ്റത്തിന് വഴി വെട്ടുകയാണ് ഫാർകാസ്റ്റർ. ഫാർകാസ്റ്ററിലൂടെ ആളുകൾക്ക് വെബ്3യിൽ സോഷ്യൽ ആപ്പ് സൃഷ്ടിക്കാനുള്ള ഒരു പ്രോട്ടോകോൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതിലൂടെ അതിന്റെ ഉപഭോക്താക്കൾക്ക് അതിലെ പ്രവർത്തനത്തിന്റെയും അവരുടെ കണ്ടന്റുകളുടെയും പൂർണ്ണ നിയന്ത്രണവും അവകാശവും ലഭിക്കുന്നു. ഫാർകാസ്റ്റർ എന്നത് അപ്പോൾ സോഷ്യൽ ആപ്സ് ബിൽഡ് ചെയ്യാനും കണക്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോട്ടോകോൾ ആണ്. ഇത് ഓൺ ചെയിൻ ആയിട്ടാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെൻട്രലൈസ്ഡ് സർവീസ് ഇതിലില്ല. ഒരു സെൻസർഷിപ്പ് ഇല്ലാത്ത രീതിയിലൂടെ ഉപയോക്താക്കൾക്ക് അവരുടെ കണ്ടന്റിന്റെ പൂർണ്ണ അവകാശവും നിയന്ത്രണവും ലഭിക്കുന്നു. ഓരോ ഫാർകാസ്റ്റർ അക്കൗണ്ടും ഒന്നോ അതിലധികമോ യൂസർ നെയിംസ് ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഉപയോക്താക്കൾക്ക് അവരുടെ നിലവിലുള്ള വാലറ്റ് ആയി കണക്ട് ചെയ്ത ENS പേരുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫാർകാസ്റ്റർ തന്നെ നിയന്ത്രിക്കുന്ന ഓഫ് ചെയിൻ ENS നെയിമുകൾ ഉപയോഗിക്കാം. നെറ്റ്വർക്കിലെ പല ആപ്സ് ആയി ആശയവിനിമയം നടത്താനും അതിനായി ഒരു ഡീസെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ ഉപയോഗപ്പെടുത്തി ഉപയോക്താക്കൾക്ക് അവരുടെ സോഷ്യൽ ഗ്രാഫ് നിയന്ത്രിക്കാനും ഇതിലൂടെ കഴിയുന്നു. ഇതിനെ വേണമെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ പറയാം. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എല്ലാം തന്നെ പല ID ഉപയോഗിച്ചാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഫാർകാസ്റ്റർ എന്തു ചെയ്യുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് ID ഉപയോഗിച്ചാവും ഈ സോഷ്യൽ ആപ്സ് ബന്ധിപ്പിച്ചിട്ടുണ്ടാവുക. ഏതെങ്കിലും ഒരു സോഷ്യൽ ആപ്പ് നഷ്ടപ്പെട്ടാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നഷ്ടപ്പെടാതെ തന്നെ ഒരു റെസ്ട്രിക്റ്റഡ് സ്ഥലത്തു നിന്ന്, അതായത് സോഷ്യൽ ആപ്സിൽ നിന്ന് അവിടെ നിൽക്കണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കാൻ നമ്മൾ യൂസേഴ്സിന് ഒരു തിരഞ്ഞെടുപ്പാണ് ഇവിടെ സാധ്യമാവുന്നത്. സെൻട്രൽ അതോറിറ്റിയുടെ കൺട്രോളാണ് നമുക്കിവിടെ തടയാൻ കഴിയുക. 5 തരം മെസ്സേജുകളാണ് ഫാർകാസ്റ്ററിൽ നിലവിലുള്ളത്. നമ്മൾ ട്വീറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ പറയുന്ന പേര് കാസ്റ്റ് എന്നാണ്. വളരെ പുതിയ ഒരു ആശയമായതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. എന്തൊക്കെയാണ് ഫാർകാസ്റ്റർ കൊണ്ടുള്ള പ്രയോജനങ്ങൾ? എന്തൊക്കെയാണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ഒരു യൂസർ ID ഉപയോഗിച്ച് പല സോഷ്യൽ ആപ്സ് കൈകാര്യം ചെയ്യാൻ ഫാർകാസ്റ്ററിലൂടെ നിങ്ങൾക്ക് സാധിക്കും. സെൻട്രൽ അതോറിറ്റികൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കില്ല. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മറ്റൊരു സോഷ്യൽ ആപ്പിലേക്ക് മാറണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫോളോവേഴ്സിനെ നഷ്ടപ്പെടാതെ തന്നെ മാറാൻ സാധിക്കും. ഹബ്സ് എന്ന പല നെറ്റ്വർക്കുകളുടെ സെർവർ ഉപയോഗിച്ചാണ് ഫാർകാസ്റ്ററിലെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. കൺസിസ്റ്റൻസി അതുപോലെ പ്രതിരോധം ഉറപ്പുവരുത്താനാണ് ഇത്. സെർവർ പോയാലും നമ്മുടെ ഡേറ്റ ആക്സസിബിൾ ആയിരിക്കും. ഫാർകാസ്റ്ററിന്റെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഓൺ ചെയിൻ രജിസ്ട്രിയിലൂടെയാണ് ഫാർകാസ്റ്റർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഫാർകാസ്റ്ററിലൂടെ ആളുകൾക്ക് അക്കൗണ്ട് വഴി പോസ്റ്റ് ചെയ്യാനും മെസ്സേജുകൾക്ക് മറുപടി നൽകാനും സാധിക്കും. അക്കൗണ്ടുകൾ പരസ്പരം ഫോളോ ചെയ്യാൻ സാധിക്കും. അക്കൗണ്ടുകളുടെ സ്റ്റോറേജ് വാടക കൈകാര്യം ചെയ്യും. അക്കൗണ്ടുകളുടെ കീ ഇഷ്യൂ ചെയ്യുന്നു. ഫ്രെയിംസ് ബിൽഡ് ചെയ്യുന്നു. മറ്റുള്ള സോഷ്യൽ ആപ്പുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റ് സൃഷ്ടിക്കാമെങ്കിലും ഫാർകാസ്റ്ററിൽ കൂടുതൽ മെസ്സേജുകൾ അയക്കാൻ നിങ്ങൾക്ക് ഇതിനു വേണ്ടി സ്റ്റോറേജ് യൂണിറ്റ് റെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതൊരു മോശം കാര്യമായി തോന്നാമെങ്കിലും ഇതിലൂടെ ആവശ്യമില്ലാത്ത, ഉപയോഗമില്ലാത്ത തെറ്റായ സന്ദേശങ്ങൾ, അതായത് സ്പാംസ് എല്ലാം നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ട്വിറ്ററിന് പകരം വെക്കാവുന്ന രീതിയിൽ ഫാർകാസ്റ്ററിൽ വന്നിട്ടുള്ള സോഷ്യൽ ആപ്പാണ് വാപ്കാസ്റ്റ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.